ഇത് ഇതുവരെ തീർന്നില്ലേ? എപ്പോ തുടങ്ങിയതാ? എന്തൊക്കെ പണിയാണ് വീട്ടില്? രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി നിൽക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ, ജോലി ചെയ്യാനാണോ പാട്? അയ്യോ അങ്ങനല്ല മോളെ, സത്യമായിട്ടും ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. വല്ലപ്പോഴും ഇതുപോലൊക്കെ പണി ചെയ്യണം. ചുമ്മാ ഇരുന്ന് തിന്നാ ഇങ്ങനെയൊക്കെ ക്ഷീണം വരും. ഇത് ചേച്ചി മതി ഡയലോഗൊക്കെ അടിച്ചത്. ചേട്ടന്റെ ഭാര്യയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് വീട് ഭരിക്കാനൊന്നും പറ്റത്തില്ല. അമ്മേ ആ ചൂലിങ്ങതാ, ഞാൻ അടിച്ചോളാം. അയ്യോ, ഒരു സഹായി വന്നേക്കുന്നു. ഞാൻ അഹങ്കാരം കാണിക്കൂടി. ഞാൻ അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിലേ അതെന്നെ കെട്ടിയോന്റെ കാശ് കൊണ്ടാ. ഈ വീട്ടിലെല്ലാരും കഴിയുന്നത് അങ്ങേരുടെ കാശ് കൊണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് അഹങ്കാരം കാണിച്ചാലും കുഴപ്പമില്ല. മോള് കൂടുതൽ ഷോ കാണിക്കാതെ ആ ചൂല് കൊടുത്തിട്ട് പോകാൻ നോക്ക്. ഇടി സാരമില്ല, ഞാനിതൊന്നും ചെയ്യുന്നതല്ലേ, നീ പോയി പഠിക്കാൻ നോക്ക്. ഓ, ഒരമ്മ സ്നേഹം. എന്നതാ വന്നീ തുറന്നു നോക്കുന്നത്? മോളെ അച്ഛന് പനിയല്ലേ, കുറച്ച് ചൂടുകഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചാ. കുറച്ചു മുന്നല്ലേ ചായ കുടിച്ചത്, ഇനി കുറച്ച് കഴിഞ്ഞ് കഞ്ഞിയെ കൊടുത്താൽ മതി. ആ വാഷിംഗ് മെഷീന് തുണി കിടപ്പുണ്ട്, അമ്മ അടുത്തൊന്ന് വിരിച്ചിട്ടേര്. അച്ഛനിപ്പ കഞ്ഞി കൊടുത്തിട്ട് പെട്ടെന്നെങ്ങും പോവാനൊന്നും ഇല്ലല്ലോ, കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി. തിരിഞ്ഞ് വരുന്നുണ്ട്. ചേച്ചി, അമ്മ എന്തി? ആ, മേളിലെങ്ങാനും കാണും. അമ്മേ, ആ അമ്മ ഇവിടെ നിൽക്കുവോ? ആ നീ പോയിട്ട് വന്നോ? ഞാൻ ഇച്ചിരി തുണി വിരിക്കുമായിരുന്നു. ഇതാ പിശാചിന്റെ തുണിയല്ലേ, അമ്മ എന്തിനാ വിരിക്കുന്നേ? എടാ അവൾക്ക് വയ്യാത്തോണ്ടല്ലേ, അല്ലേ അവൾ വിരിച്ചേനെ. എന്ത് മേലായിക, ഞാനിപ്പോ കയറി വന്ന ഫോണും കുത്തിയിരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ രണ്ട് തല്ല് കിട്ടാത്തോണ്ടോ. ഞാൻ ഒരെണ്ണം പോയി പറഞ്ഞിട്ട് വരാം. ഡാടാ നിക്ക് നിക്ക്, നീ എവിടെ പോവാ? നീ അവളോടൊന്നും പറയാനൊന്നും പോകണ്ട. എന്നിട്ട് വേണം കുടുംബത്തിൽ വേറെ പ്രശ്നം ഉണ്ടാകാൻ. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നിനക്കെന്നെ എത്ര കുഴപ്പം? നീ നിന്റെ കാര്യം നോക്കി പോടാ. എല്ലാം സഹിച്ച് ജീവിച്ചാലേ സ്വർഗത്തിലൊന്നും പോകത്തില്ല. ഇങ്ങനെ ഇരുന്നോ, ഇങ്ങനെ തന്നെ ജീവിച്ചോട്ടോ. വേറെന്നാന്നേ? വേറൊന്നുമില്ല. ദേ, ഡ്രസ്സ് എടുക്കാൻ കാശ് വയ്ക്കുന്ന കാര്യം മറക്കില്ല കേട്ടോ. അടുത്ത ആഴ്ച കല്യാണത്തിന് പോകാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലെന്നേ. ഓ, സൂയിപ്പിച്ചങ്ങ് പതപ്പിച്ച് കയറ്റുവോ. എൻ്റെ ഒരു ചേട്ടൻ പൊട്ടനായി പോയല്ലോ. അമ്മ ദേ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് ഇപ്പം അങ്ങോട്ട് കിടക്കാൻ കയറി. ഉറങ്ങി കാണുമായിരിക്കും. ഇന്ന് 4 മണിയൊക്കെ ആകുമ്പോൾ ചായ ഇട്ട് കൊടുക്കണം. ഓ, ഒരു നാണമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സമ്മതിക്കണം. എടാ, നിനക്ക് നാണമില്ലേ ഞാൻ എൻ്റെ കെട്ടിനോട് സംസാരിക്കുന്ന ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ? കുറ്റം പറഞ്ഞല്ലേലും നല്ല കഴിവാ എല്ലാവർക്കും. രാവിലെ പെങ്ങള് വന്ന് കുറെ തുള്ളിയിട്ട് പോയായിരുന്നു. നിനക്കൊരു ജോലി ഉണ്ടോടാ? നിനക്ക് ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ എൻ്റെ ചേട്ടൻ പൈസ അയച്ചു തരണ്ടേ? നീ വലിയ ഡയലോഗ് അടിക്കാതെ വല്ല പണിക്കും പോയിട്ട് 100 രൂപയുടെ പച്ചക്കറി കിറ്റ് അല്ലെങ്കിൽ വേണ്ട 1 കിലോ അരി വാങ്ങിച്ചെന്നിട്ട് കിടന്ന് കുരയ്ക്ക് കേട്ടോ. അവിടെ വായി നേട്ടപ്പോൾ സമാധാനമായോ? കയറി പോടാകത്ത്. ഞാനൊന്നിനുമില്ല. ഞാൻ ജോലി തിരക്കി എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ. ജോലി കിട്ടാത്തോണ്ടല്ലേ എൻ്റെ ഒരു ഗതികേട്. അമ്മ എന്തിനാ ഇത്രയും കിടന്ന് താഴുന്നത്? ഇത് നമ്മുടെ വീടല്ലേ, അമ്മയ്ക്ക് ചേട്ടനെ വിളിച്ച് പറയാൻ വയ്യേ? എന്തിനാടേ ഞാൻ വെറുതെ അവനെ വിളിച്ച് അവൻ്റെ സമാധാനം നശിപ്പിക്കുന്നത്? പിന്നെ അവൻ അവളെ വിളിച്ച് ചോദിക്കാനും പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം പോകും. 2 കൈ നമ്മൾ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കത്തുള്ളൂ. അയ്യോ അയ്യോ, എന്നാ പറ്റിയേ? മോളെ എന്നാ പറ്റി? സ്റ്റെപ്പ് ഇറങ്ങിയപ്പം കാലം തെന്നിയത്. നന്നായി പോയി. പണ്ടൊക്കെ ആണല്ലോ ദൈവം പിന്നെ ആയിരുന്നു. ഇപ്പൊ ഓൺ ദ സ്പോട്ടിലാണ് ദൈവം പണി കൊടുക്കുന്നത്. ഡേ മിണ്ടായിരടി, നിന്നെപ്പോലെ തന്നെ അവളും എൻ്റെ മോള് തന്നെയാണ്. നീ എൻ്റെ മുറി പോയിട്ട് എൻ്റെ കാലേ പറ്റുന്ന ആ കുഴമ്പിഞ്ഞെടുത്തുള്ള ഒക്കെ ഒന്ന് പറ്റി കൊടുക്കട്ടെ. അമ്മേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? മോളെ, നീ എന്നോട് കാണിക്കുന്നു പ്രവർത്തിക്കുന്നതെല്ലാം എൻ്റെ കുടുംബക്കാരോടോ നാട്ടുകാരോടൊക്കെ വേണേൽ എനിക്ക് പറയാം. ഞാൻ പറയുന്നേ അവർ വിശ്വസിക്കത്തുള്ളൂ. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞാൽ അമ്മ എന്ന വാക്കിന് എന്താർത്ഥം? സോറി അമ്മേ.